വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. അപ്പോൾ ഗ്രേഡ് ബി RBI ഗ്രേഡ് ബിയെ കുറിച്ച് വീഡിയോ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ എങ്ങനെയാണ് ചെയ്യാതിരിക്കുക അല്ലേ? സോ ഉറപ്പായിട്ടും ഇൻ ഡീറ്റെയിൽ നമ്മൾ RBI ഗ്രേഡ് ബിയെ കുറിച്ച് ഇതിനകത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾക്ക് ഞങ്ങളോടൊത്ത് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ RRB PO റാങ്കേഴ്സ് 2.0 എന്നൊരു ബാച്ച് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പം തന്നെ ജോയിൻ ചെയ്യാൻ പറ്റിയ സമയമാണ്. ഓൾമോസ്റ്റ് ബേസ് മുതൽ അഡ്വാൻസ് സെഷൻ വരെ കംപ്ലീറ്റ് ചെയ്ത് പ്രിലിംസും മെയിൻസും ഒക്കെ ക്വാളിഫൈ ചെയ്ത് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ബാങ്ക് ജോലിയിൽ എത്താനായിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഈ ബാച്ച് സഹായിക്കും. ഓൺലൈനായിട്ടാണ് ക്ലാസ് ഉണ്ടാവുക, റെക്കോർഡിങ്ങും ലൈവും ഒക്കെ ഉണ്ടാവും. സോ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും താഴെ കാണുന്ന ഈ വീഡിയോയുടെ താഴെയുള്ള ഗൂഗിൾ ഫോമിന്റെ ലിങ്കിൽ നിങ്ങൾ ചെന്നിട്ട് നിങ്ങളുടെ ഡേറ്റാസ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കോൾ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഈ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, മോർ ഡീറ്റെയിൽസ് വേണമെന്ന് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, സോ RBI ഗ്രേഡ് ബിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയാലോ? അപ്പൊ നമുക്ക് വന്ന നോട്ടിഫിക്കേഷനിൽ പറയുന്ന കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം നോക്കാം. ഇതിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വേക്കൻസീസ്, അതായത് 2025 പാനലിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസീസ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ജനറൽ കാറ്റഗറി ഗ്രേഡ് ബി വന്നേക്കുന്നത് 83 വേക്കൻസിയാണ്. അത്യാവശ്യം നല്ല വേക്കൻസിയാണ് 83 എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് ആൻഡ് പോളിസി റിസർച്ച് ആണെങ്കിൽ 17, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആണെങ്കിൽ 20 ആണ്. ടോട്ടൽ 120 വേക്കൻസീസ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇതിൽ വളരെ ഭംഗിയായിട്ട് തോന്നിയത് 83 വേക്കൻസി. നമുക്ക് RBIയിൽ ഒരു ജോലി, അത് ഒരുപാട് പേരുടെ സ്വപ്നമാണ്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വപ്നമാണ്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ, നന്നായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്താൽ. അപ്പോൾ അടുത്തൊരു പേജിൽ അടുത്തൊരു സെക്ഷൻ നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് അവരുടെ തന്നെ വെബ്സൈറ്റിൽ കിട്ടും എന്ന് പറയുന്നുണ്ട്. ദെൻ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സെപ്റ്റംബർ 10 മുതൽ 30 വരെയാണ് നമുക്ക് ഓൺലൈൻ പോർട്ടൽ ഓപ്പൺ ആയിരിക്കുക. ആ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം ഇൻ കേസ് യു ആർ ഇൻട്രസ്റ്റഡ് ടു റൈറ്റ് ദി എക്സാം. ദെൻ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ ജനറലിൻ്റെത് ഒക്ടോബർ 18 ഗ്രേഡ് ബിയുടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് പോളിസി റിസർച്ചിൻ്റെതാണെങ്കിൽ പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടെ ചേർന്ന് ഒക്ടോബർ 19 അതുപോലെ തന്നെ ഗ്രേഡ് ബി ജനറലിന്റെ ഫേസ് 2 എക്സാമിനേഷൻ ഡിസംബർ 6 അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കൂട്ടരുടെയും, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമി ആൻഡ് പോളിസി റിസർച്ചിന്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റിന്റെയും രണ്ടിന്റെയും എക്സാംസ് ഡിസംബർ 7 സെക്കൻഡ് ഫേസ്. അപ്പൊ മൊത്തത്തിൽ നമുക്ക് ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് കുട്ടികൾ കൺഫ്യൂസ്ഡ് ആയത്. ഇതിനപ്പുറത്തേക്ക് എന്താണ് RBI ഗ്രേഡ് ബി, എന്താണ് സാലറി, എത്ര രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്, എന്തൊക്കെ പഠിക്കണം, ഇങ്ങനെയുള്ള ഡൗട്ടുകളായിരുന്നു നിങ്ങളുടെ മുന്നിലുള്ളതെങ്കിൽ അതാണ് ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നോക്കൂ, RBI ഗ്രേഡ് ബിയുടെ 2020 ആപ്ലിക്കേഷൻ ഫീസ് നമുക്ക് ആദ്യം നോക്കാം. 850 രൂപയായിരിക്കും നിങ്ങളുടെ ഫീസ് വരുന്നത്. ബിലോങ്ങിങ് ടു ദി ജനറൽ ആൻഡ് OBC കാറ്റഗറി. ജനറൽ OBC കാറ്റഗറിയിലുള്ളവർക്ക് 850 രൂപ, 850 rupees. The same amount is reduced to 100 rupees for candidates in SC, ST, PWD category. SC, ST, PWD category ആണെങ്കിൽ 100 രൂപയുമാണ്. അതായത് ഇതിലൊരു കാര്യം ചോദിച്ചാൽ മനസ്സിലാവും, ഇതിലൂടെ GST ഒക്കെ വരുന്നുണ്ട്. സ്റ്റാഫ്, RBIയിലെ സ്റ്റാഫ് തന്നെ ഈ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഫീസ് ഇല്ല. അപ്പോൾ ജനറൽ ആൻഡ് OBCക്ക് 850, SC, ST, PWDക്ക് 100 rupees. ഇനി അടുത്ത നിങ്ങളുടെ ചോദ്യം, സാലറി എത്രയായിരിക്കും മിസ്സേ? സാലറിയാണ് പിന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയ ഡൗട്ട് തരുന്നത്. അപ്പൊ സാലറി നോക്കാം നമുക്ക്. 78,450 പെർ മന്ത്. എൻ്റെ അമ്മേ, 78,450 വലിയൊരു നമ്പർ ആണ് അല്ലേ? കാരണം ഫസ്റ്റ് മന്ത് തന്നെ നമുക്ക് ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് നല്ല ശമ്പളം ഉണ്ടാവണം അല്ലേ, നന്നായിട്ട് നല്ലൊരു പൊസിഷൻ ആയിരിക്കണം, നല്ല റെസ്പെക്ട്ഫുൾ പൊസിഷൻ. അപ്പൊ ഇതെല്ലാം കൊണ്ടും ഒത്തുവരുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നല്ല റെസ്പെക്ട്ഫുൾ പൊസിഷനാണ്, നല്ല ഒരു സാലറി ഉണ്ട്. മാത്രമല്ല അലവൻസുകളുടെ ലിസ്റ്റ് നോക്കിയേ. സ്പെഷ്യൽ അലവൻസ്, ഗ്രേഡ് അലവൻസ്, ഡിയർനെസ് അലവൻസ്, ലോക്കൽ കോമ്പൻസേറ്ററി അലവൻസ്, സ്പെഷ്യൽ ഗ്രേഡ് അലവൻസ്, ലേണിംഗ് അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ് എക്സെട്ര. ഇനിയുമുണ്ട്, ടൈപ്പ് ചെയ്ത് തീരാത്തത് കൊണ്ട് ടൈപ്പ് ചെയ്യാത്തതാണ്. ആൻഡ് ദെൻ ഗ്രോസ് ഇനിഷ്യലി മന്ത്ലി നോക്കുക, എമോൾമെന്റ്സ് എല്ലാം കൂടി 1,50,374. അപ്പോൾ ആനുവലി 40 lakh. ഡിപ്പെൻസ് ഓൺ ദി ലൊക്കേഷൻ. അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നല്ല സാലറി സ്ട്രക്ചർ ഉള്ള ഒരു ജോലി. അപ്പോൾ എക്സാമിന്റെ ഫീസ് ഞാൻ പറഞ്ഞു, സാലറി സ്ട്രക്ചർ പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് പഠിക്കണം, എത്ര ഫേസ് ഉണ്ട്, ഇതൊക്കെയല്ലേ ഡൗട്ട്, അതും ക്ലാരിഫൈ ചെയ്തിരിക്കുക. ഏജ് ലിമിറ്റ് നോക്കാം ആദ്യം. ഏജ് ലിമിറ്റ് എത്രയാണ്? ഏജ് ലിമിറ്റ് നമുക്ക് ആദ്യം നോക്കാം. As on September 1st, 2025, a candidate must have attained age of 21 years and must not have attained age of 30 years. 21 മുതൽ 30 വരെയുള്ള അതിനിടയ്ക്കുള്ള ആൾക്കാർക്ക്, 21 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സിനിടയിലുള്ള ആൾക്ക് എഴുതാം. അതായത് he or she must have been born not earlier than September 2, 19
1995 സെപ്റ്റംബർ 2 1995 മുന്നേ ജനിച്ചവരോ അതുപോലെ സെപ്റ്റംബർ 1 2004 ശേഷം ജനിച്ചവരോ ആയിരിക്കാൻ പാടില്ല. ഇതിനിടയിൽ ജനിച്ചവർക്ക് എല്ലാവർക്കും തന്നെ ഈ പരീക്ഷ അപ്ലൈ ചെയ്യാം, എഴുതാം. ഇനി ഏജ് റിലാക്സേഷൻ ഉണ്ടോ? ഉണ്ട്. ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ 10 വർഷം. ഇനി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് OBC 13 ഇയേഴ്സ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് SC ST ആണെങ്കിൽ 15 ഇയേഴ്സ്. ഇതാണ് ഏജ് റിലാക്സേഷൻ. അപ്പൊ അതും കിട്ടിയേ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത ഡൗട്ട്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഞാൻ ജനറൽ കാറ്റഗറിയുടെ മാത്രം, ജനറൽ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ RBI ഗ്രേഡ് ബി ജനറലിന്റെ മാത്രമാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത്. Officers grade B generalന് graduation or post graduation in any discipline or equivalent technical or professional qualification. ഒന്നെങ്കിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ. ഗ്രാജുവേഷൻ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, ഗ്രാജുവേഷനോട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ വെരി ഗുഡ്. അപ്പോൾ ഗ്രാജുവേഷൻ ആണെങ്കിൽ മിനിമം 60% മാർക്ക് വേണം, 50% SC ST PWBDക്ക്. ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ മിനിമം 50% ഉണ്ടാവണം പാസ് മാർക്ക് ഫോർ SC ST PWBD. വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗ്രാജുവേഷനിൽ മിനിമം 60%, 50% SC ST PWBDക്ക്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ മിനിമം 55% ഉണ്ടാവണം. SC ST PWBD ആണെങ്കിൽ നിങ്ങൾ പാസ് മാർക്ക് മേടിച്ചാൽ മതി. സോ ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഇറ്റ്സ് ഫൈൻ, ഓർ ആൻ ഇക്വലന്റ് ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അപ്പൊ RBI ഗ്രേഡ് ബിയുമായി ഡൗട്ട് ഉണ്ടായിരുന്നു ഒരുപാട്. ജനറലിലേക്ക് എഴുതണം മിസ്സേ, RBI ഗ്രേഡ് ബി ട്രൈ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഇങ്ങനെ പറഞ്ഞവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പൊ വളരെ ചുരുക്കി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തരാം. അതാണ് എന്റെ ഉദ്ദേശം. കിട്ടിയല്ലോ. അപ്പോൾ അടുത്ത നമുക്ക് നോക്കാം. ഫേസ് സ്റ്റേജസ് ഓഫ് എക്സാമിനേഷൻ. ഫേസ് 1 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓൺ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് ആൻഡ് ജനറൽ അവയർനെസ്. നോക്കിയേ, 1, 2, 3 and 4 4 ടോപ്പിക്. ഓൺലൈൻ മോഡാണ്. 200 മാർക്കിനാണ് ഫേസ് 1 എക്സാമിനേഷൻ നടക്കുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ്. അടുത്ത ഫേസ് 2 വരുമ്പോൾ ഫേസ് 2 നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ്സ് ഹു ക്വാളിഫൈ ഫേസ് 1 അപ്പിയർ ഫോർ ഫേസ് 2. ദ സിലബസ് ആൻഡ് എക്സാം പാറ്റേൺ വേരി ഫോർ ജനറൽ ആൻഡ് അതർ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ എക്കണോമിക് ആൻഡ് പോളിസി റിസർച്ച് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ സിലബസ് കുറച്ച് വേരി ചെയ്യും. ജനറലിലാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നം നമ്മൾ ഓൾറെഡി അത് പറയുന്നുണ്ട് എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന്. ഫേസ് 2 മാത്രം. ഫേസ് 1 നമ്മളിപ്പോൾ കണ്ട സെയിം തന്നെയാണ്. റീസണിങ്, എന്താണ് ഇംഗ്ലീഷ്, നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ജനറൽ അവയർനെസ്സും തന്നെയാണ്. ഫേസ് 2ലേക്ക് വരുമ്പോഴാണ് സിലബസിന് ചെറിയൊരു ചേഞ്ച് വരുന്നത്. അതിനുശേഷം ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. ഓരോ പോസ്റ്റിനനുസരിച്ച് സിലബസ് മാറും എന്ന് പറയുന്നുണ്ട്. ഇന്റർവ്യൂ ഉണ്ട്. കാൻഡിഡേറ്റ് ക്ലിയറിംഗ് ഫേസ് 2 ആർ ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദ ഇന്റർവ്യൂ റൗണ്ട്. ഓഫ്ലൈൻ ആണ്, ഫേസ് ടു ഫേസ് ആണ്. ഓക്കെ, അതും വേരീസ് ബൈ പോസ്റ്റ് ടു പോസ്റ്റ്. നിങ്ങളുടെ പോസ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ ഇന്റർവ്യൂ പാറ്റേണും വേരി ചെയ്യും. നിങ്ങളുടെ ഫേസ് 2ഉം ഇന്റർവ്യൂവും നിങ്ങൾ കൊടുക്കുന്ന, ഇപ്പൊ നിങ്ങൾ ജനറൽ ആണോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമി ആൻഡ് പോളിസി റിസർച്ച് ആണോ, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആണോ, അതിൽ ഏതാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഫേസ് 2 എക്സാമിനേഷനും നിങ്ങളുടെ ഇന്റർവ്യൂവും വരുന്നത്. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, നമുക്ക് കറക്റ്റ് ആയിട്ട് മാർക്കുകളും അതിന്റെ ഡ്യൂറേഷനും ക്വസ്റ്റ്യൻസും നോക്കാം. റീസണിംഗ് എബിലിറ്റി 60 ചോദ്യം 60 മാർക്ക് 45 മിനിറ്റ്. ഇംഗ്ലീഷ് 30 ചോദ്യം 30 മാർക്ക് 25 മിനിറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക് 25 മിനിറ്റ്. ജനറൽ നോളജ് 80 ക്വസ്റ്റ്യൻ 80 മാർക്ക് 25 മിനിറ്റ്. ടോട്ടൽ ഓഫ് 200 ക്വസ്റ്റ്യൻസ് 200 മാർക്സ് ആൻഡ് 120 മിനിറ്റ് ആണ് നമുക്ക് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് വേണ്ടത്. 200 മാർക്ക് 120 മിനിറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് വി ഷുഡ് റിമെമ്പർ. ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ഫേസിലെ ടോപ്പിക്. ഫേസ് 1ന്റെ സെക്ഷൻസ് ആണ്. ഫേസ് 1ന്റെ ക്വസ്റ്റ്യൻസും മാർക്സും ഡ്യൂറേഷനും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത നമുക്ക് ഫേസ് 2ലേക്ക് വരാം. ഫേസ് 2ലേക്ക് ഞാൻ ഈ എടുത്തേക്കുന്നത് ആക്ച്വലി ജനറൽ ആയിട്ട് ഉള്ളവരുടെ ടോപ്പിക്കാണ്. മറ്റേത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമി ആൻഡ് പോളിസി റിസർച്ച് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് വരുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും, അത് വേരി ചെയ്യും. ഞാൻ അതിവിടെ പറയുന്നത് ജനറൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പേപ്പർ 1ലെ എക്കണോമി ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് എന്നൊരു പേപ്പറാണ്. 50% ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനും 50% ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനും ഉണ്ടാവും. അതിൽ 50 മാർക്കാണ് ഒബ്ജക്റ്റീവിന്, 50 മാർക്കാണ് ഡിസ്ക്രിപ്റ്റീവിന്. ടോട്ടൽ 100 മാർക്കാണ് ഈ ഒരു ഒറ്റ പേപ്പറിന് വരുന്നത്. നിങ്ങൾക്ക് ടോട്ടൽ 120 മിനിറ്റ് കിട്ടും. അതായത് ഒബ്ജക്റ്റീവിന് 30 മിനിറ്റും ഡിസ്ക്രിപ്റ്റീവിന് 90 മിനിറ്റുമാണ് കിട്ടുന്നത്. അങ്ങനെ 120 മിനിറ്റ് ഫോർ പേപ്പർ 1. ഇനി പേപ്പർ 2 വരുമ്പോൾ ഇംഗ്ലീഷ് ആണ്. ബേസിക്കലി റൈറ്റിംഗ് സ്കിൽസ് ആണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്റ്റീവ് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 100 മാർക്ക് 90 മിനിറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ പേപ്പർ 3 ഫൈനാൻസ് ആൻഡ് മാനേജ്മെന്റ് വരുമ്പോൾ 50% ഒബ്ജക്റ്റീവ് 50% ഡിസ്ക്രിപ്റ്റീവ്. അവിടെ 50 മാർക്ക് ഒബ്ജക്റ്റീവിന് 50 മാർക്ക് ഡിസ്ക്രിപ്റ്റീവിന്, ടോട്ടൽ 100 മാർക്ക്. സെയിം ടൈം നമുക്ക് പേപ്പർ 1 പോലെ തന്നെ സെയിം 120 മിനിറ്റ്സ് ആണ് പേപ്പർ
3-ലും വരുന്നത്. ടോട്ടൽ 300 മാർക്കിനാണ് നമ്മുടെ phase 2 ജനറൽ, അതായത് RBI ഗ്രേഡ് ബി ജനറലിന്റെ എക്സാം എഴുതുമ്പോൾ നമ്മൾ phase 2-ൽ 300 മാർക്കിനാണ് പരീക്ഷ എഴുതുന്നത്. 3 പേപ്പർ ഉണ്ട്. ഫസ്റ്റ് പേപ്പർ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂ, സെക്കൻഡ് പേപ്പർ ഇംഗ്ലീഷ് ആണ് റൈറ്റിംഗ് സ്കിൽ നോക്കുന്നത്, തേർഡ് വൺ ഫൈനാൻസ് ആൻഡ് മാനേജ്മെന്റ്. ഇതിൽ ഡിസ്ക്രിപ്റ്റീവും ഉണ്ട്, ഒബ്ജക്റ്റീവും ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നന്നായിട്ട് നോക്കി വെച്ചോളാം. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. കാൻഡിഡേറ്റ്സ് വിൽ ബി ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദി ഇന്റർവ്യൂ ബേസ്ഡ് ഓൺ ദ അഗ്രിഗേറ്റ് മാർക്സ് ഒബ്റ്റെയിൻഡ് വിത്ത് phase 2. അതായത് phase 2-ൽ നിങ്ങളുടെ 3 പേപ്പറിനും നിങ്ങൾ വാങ്ങിയ ടോട്ടൽ ആ ഒരു ഇത് വെച്ചിട്ടും നിങ്ങളുടെ മാർക്ക് വെച്ചിട്ടും ഒക്കെയാണ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ദ ഇന്റർവ്യൂ വിൽ ബി 75 മാർക്കിനാണ് നിങ്ങളുടെ ഇന്റർവ്യൂ ഉണ്ടാവുക. പിന്നെ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ടാവും. കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് അണ്ടർഗോ സൈക്കോമെട്രിക് ടെസ്റ്റ് ബൈ ദ ബാങ്ക് ബിഫോർ ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന് മുന്നേ സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ടാവും. നോ മാർക്സ് വിൽ ബി അലോട്ടഡ് ഫോർ ദിസ് ടെസ്റ്റ് ആൻഡ് ഇറ്റ് വിൽ നോട്ട് ഫോം പാർട്ട് ഓഫ് ദ ഫൈനൽ സെലക്ഷൻ. ഫൈനൽ സെലക്ഷൻ ക്രൈറ്റീരിയയിൽ ഇത് പെടത്തില്ലെങ്കിൽ പോലും, ഇതിന് മാർക്കുകൾ ഒന്നും ഇല്ലെങ്കിൽ പോലും, ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് എന്തായാലും ഈ ഇന്റർവ്യൂവിന് മുന്നേ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും. ഇന്റർവ്യൂ ഇല്ല, നമ്മുടെ ഇന്റർവ്യൂവിൽ മോസ്റ്റ് നമ്മുടെ ലാംഗ്വേജ് ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. കാൻഡിഡേറ്റ്സ് മേ ഓപ്റ്റ് ഫോർ ഇന്റർവ്യൂ ഐദർ ഹിന്ദി, അത് നമുക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ പറ്റും ഇന്റർവ്യൂവിന്. ഒന്നെങ്കിൽ നമുക്ക് ഹിന്ദി ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം. ബെറ്റർ വി ഗോ വിത്ത് ഇംഗ്ലീഷ്. സോ നോ ഒഫൻസ് ടു ഹിന്ദി. ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി എടുക്കാം, ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് എടുക്കാം. ഇറ്റ്സ് അപ് ടു യു. സോ ഇതാണ് ടോട്ടൽ RBI ഗ്രേഡ് ബി കുറിച്ച് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ ബേസിക്കലി എന്നോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏജ് റിലാക്സേഷൻ, സാലറി, എക്സാമിനേഷൻ ഫീസ്, എക്സാമിൻ്റെ ഫേസസ്, സിലബസ്, മാർക്ക്, ഡ്യൂറേഷൻ, പിന്നെ ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അങ്ങനെ സകലമായ കാര്യങ്ങളും എനിക്ക് ടെലഗ്രാമിൽ വന്ന ഡൗട്ടുകളെല്ലാം തന്നെ ഞാൻ ക്ലിയർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നിങ്ങൾക്ക് ഏത് വീഡിയോ വേണം, ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ? കാരണം എന്നോട് ചോദിച്ചവരൊക്കെ ഇതിന് മറുപടി എനിക്ക് താഴെ കമന്റ് ചെയ്ത് പറയണം. ഞാൻ ഉറപ്പായിട്ട് കമന്റ് സെക്ഷൻ നോക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.